സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിർണായക കണ്ടെത്തലുകളും നടപടികളും ഒക്കെയും ഉണ്ടായ ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈഫൈവിൽ ഈ സ്വർണ്ണപ്പാളിയുടെ ഇതുവരെയുള്ള കഥ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ശാസ്താവിന് എന്തിന് ഇടനിലക്കാർ? പ്രേക്ഷകരെ, ഈ കഥ തുടങ്ങുന്നത് 1998-ലാണ്. 1998-ലാണ് ശബരിമലയിൽ സ്വർണം പൂശുന്ന പണികൾ ആരംഭിക്കുന്നത് തന്നെ. എന്നാൽ ശില്പങ്ങളെയും മറ്റും സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞെടുക്കുകയാണ് അവിടെ ചെയ്തത്. എന്തൊക്കെയാണ് സ്വർണം പൊതിഞ്ഞത്? സ്വർണം പൊതിഞ്ഞ കാര്യങ്ങൾ: മേൽക്കൂര, അതേപോലെ വാതിൽ, ചിത്രത്തൂണുകൾ, 3 കലശങ്ങൾ. കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. 4 വശങ്ങളിലുമുള്ള ആനയുടെ രൂപം കൊത്തിയ ശില്പങ്ങൾ, 2 ദ്വാരപാലക ശില്പങ്ങൾ, 3 കർണകുടം, അതിന് പുറമെ ഭണ്ഡാരം. ഇവയൊക്കെ സ്വർണം പൊതിഞ്ഞു എന്നാണ് രേഖകളിൽ പറയുന്നത്. 1998-ൽ ഇതിന്റെയൊക്കെയും സ്പോൺസർ UB ഗ്രൂപ്പ് ചെയർമാനായിരുന്ന വിജയ് മല്യയായിരുന്നു. ഇതിനായി സ്വിറ്റ്സർലൻഡിൽ നിന്നും കൊണ്ടുവന്ന 30.3 കിലോഗ്രാം സ്വർണവും 1900 കിലോഗ്രാം ചെമ്പും ഇതിനായി ഉപയോഗിച്ചു. എന്തിനാണ് 1900 ചെമ്പ് ഉപയോഗിച്ചത് എന്നൊരു ചോദ്യം വന്നാൽ അതിനുള്ള കാരണം, ഈ മുഴുവൻ ശില്പങ്ങളും മേൽക്കൂരയും ഒക്കെ ആദ്യം ചെമ്പ് കൊണ്ട് നന്നായി പൊതിഞ്ഞു. ഇതിനുശേഷമാണ് കനം കുറഞ്ഞ സ്വർണ്ണപ്പാളികൾ കൊണ്ട് മൂടിയിരിക്കുന്നത്. ചെന്നൈയിലെ JNR ജ്വല്ലറിയിലെ നാഗരാജനാണ് ഇതിന്റെ നിർമ്മാണം മുഴുവൻ ഏറ്റെടുത്തത്. ഈ ജോലി ശബരിമലയിൽ വെച്ച് തന്നെയാണ് പൂർത്തിയാക്കിയത്. സ്വർണ്ണപ്പാളികൾ വളരെ കനം കുറച്ച് ഒട്ടകത്തോലിനുള്ളിൽ വെച്ച് അടിച്ചു പരത്തിയിരുന്നു. ഇതിൽ കൃത്യമായ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. മേൽക്കൂര മുതൽ ദ്വാരപാലക ശില്പം വരെ എല്ലാത്തിനും ചെമ്പ് പൊതിഞ്ഞിട്ടുണ്ട്. ആ ചെമ്പിന് മുകളിലാണ് ഈ സ്വർണ്ണപ്പാളികൾ ഓരോന്നായി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോ ഈ 1998-ലെ ഈ വലിയ ജോലികൾക്കു ശേഷം 2009-ൽ വീണ്ടും സ്വർണം പൊതിയുന്നു. വീണ്ടും സ്വർണം പൊതിയുന്ന ജോലികൾ ആരംഭിക്കുന്നു. അത് കന്നിമൂല ഗണപതിക്കും അതേപോലെ മാളികപ്പുറത്തിനും നാഗരാജാവനും. ഇവിടെയാണ് വീണ്ടും സ്വർണം പൂശുന്നത്. ഇതിന്റെ സ്പോൺസർ ചെന്നൈ കുമരൻ സിൽക്സിന്റെ ഉടമയായിരുന്ന കുമാറാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ സ്പോൺസറായിരുന്നത്. ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻ അപ്പോൾ മുതലാണ് ഈ വിഷയത്തിലേക്ക് എത്തുന്നതും ഈ ചിത്രത്തിലേക്ക്, ഈ സ്വർണ്ണപ്പാളി ആ ഒരു ചിത്രത്തിലേക്ക് എത്തുന്നതും അപ്പോൾ മുതലാണ്. ഇനി 2015-ലേക്ക് വന്നാൽ, 2015-ലാണ് 18-ാം പടി പഞ്ചലോഹം കൊണ്ട് പൊതിയുന്നത്. 2017-ൽ കൊടിമരവും സ്വർണം പൊതിഞ്ഞു. ഇതിനായി 9 കിലോ തങ്കമാണ് ഉപയോഗിച്ചത്. അത് ഹൈദരാബാദിലെ ഫീനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതെല്ലാം നിർമ്മിച്ചത്. ഇനിയാണ് നമ്മുടെ വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രംഗപ്രവേശം വരുന്നത്. ശ്രീകോവിലിന് പുതിയൊരു വാതിൽ എന്ന വാഗ്ദാനവുമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കാര്യങ്ങളുമായി ദേവസ്വത്തെ സമീപിക്കുന്നത്. വാതിൽ മാറ്റണമെന്നോ വാതിലിന് തകരാറുണ്ടെന്നോ അതുവരെയും ദേവസ്വം രേഖകളിലൊന്നും പറഞ്ഞിട്ടേയില്ല. ഇത് തന്ത്രിമാർ തീരുമാനിക്കുന്നതനുസരിച്ച് നടപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. തന്ത്രിമാർ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതിനെ കുറിച്ചും രേഖകളൊന്നുമില്ല. ഏതായാലും സ്പോൺസറായി അവതരിച്ച ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം കയ്യിൽ നിന്നുള്ള പണമെടുത്തല്ല ഇതൊക്കെയും അവിടെ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. പള്ളിക്കത്തോട് കൺസ്ട്രക്ഷൻസ്, മൂവാറ്റുപുഴ സ്വദേശിയായ PR അജികുമാർ, അതേപോലെ കർണാടക സ്വദേശികളായ രമേശ് റാവുവും ഗോവർദ്ധനും, ഇവരൊക്കെയായിരുന്നു ഇതിന്റെ സ്പോൺസർമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇവരിൽ നിന്നൊക്കെ പണം പിരിച്ച് ഈ വാതിൽ നിർമ്മിച്ചത്. എത്ര രൂപ ആകെ പിരിച്ചെന്നോ എത്ര രൂപയാണ് ചെലവായതെന്നോ ഇതിന് ഇനിയും കൃത്യമായ ഒരു കണക്കും എങ്ങും ഹാജരാക്കിയിട്ടുമില്ല. ഗുരുവായൂർ സ്വദേശിയായ നന്ദനാണ് തേക്കിൽ കൊത്തിയ പുതിയ വാതിൽ ഇവിടെ കൊണ്ടുവരുന്നത്. ഈ വാതിൽ ഹൈദരാബാദിൽ എത്തിച്ച് ആദ്യം ഇതിലേക്ക് ചെമ്പ് പൊതിയുന്നു. അതിനുശേഷം ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് ആ വാതിലിന് സ്വർണം പൂശുന്നു. ഈ വാതിലിനും ശേഷമാണ് ഏറ്റവും ദുരൂഹമായ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പണി നടക്കുന്നത്. ഒരു കാര്യം മറക്കരുത്, 1998-ൽ ചെമ്പ് പൊതിഞ്ഞ ശേഷമാണ് സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. ഇവയൊക്കെയും ഈ പാളികളാണ് 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അഴിച്ചു നൽകുന്നത്. ഇത് അഴിച്ചു നൽകുമ്പോൾ ഇതിന് 42 കിലോയിൽ അധികം ഭാരമുണ്ടായിരുന്നു, തൂക്കമുണ്ടായിരുന്നു. ചെന്നൈയിൽ എത്തുമ്പോൾ ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് 38 കിലോഗ്രാമായി കുറയുകയാണ്. ഇങ്ങനെയാണ് രേഖകളുള്ളത്.
അവിടെയാണ് ഇപ്പോഴത്തെ ദുരൂഹതകൾക്ക് കാരണമായ ഒന്നാമത്തെ ചോദ്യവും ഉയരുന്നത്. ചെമ്പുപാളികൾക്ക് പുറത്തുണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ എന്തു ചെയ്തു? സ്വർണ്ണപ്പാളികൾ അഴിച്ചു വച്ചെങ്കിൽ അത് ദേവസ്വം ലോക്കറിൽ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയൊന്നും ഉള്ളതായി ഇനിയും കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല. സ്വർണത്തോട് കൂടി തന്നെയാണ് കൊണ്ടുപോയതെങ്കിൽ വഴിക്ക് വെച്ച് ഈ സ്വർണം അഴിച്ചു മാറ്റിയോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. അതുകൊണ്ടാണോ സ്വർണ്ണപ്പാളികൾക്ക് തൂക്കം കുറഞ്ഞത്? സ്മാർട്ട് ക്രിയേഷൻസിൽ കിട്ടിയത് ചെമ്പ് പാളികൾ എന്നാണ് ഇവരുടെയൊക്കെ മൊഴി. പ്രശ്നം അവിടെയും തീരുന്നില്ല. എന്താണ് അടുത്ത പ്രശ്നം? ദ്വാരപാലക ശില്പങ്ങൾക്ക് നിലവിൽ പീഠങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഉള്ളപ്പോൾ തന്നെയാണ് പുതിയ പീഠങ്ങൾ നിർമ്മിക്കുന്നത്. ഇവ നിർമ്മിച്ചു എന്നതിനും കൊണ്ടുവന്നു എന്നതിനും ശബരിമലയിൽ ഒരു രേഖയുമില്ല. അവ നിർമ്മിച്ചുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തുമ്പോഴാണ് ഇങ്ങനൊരു പീഠത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലും നടക്കുന്നത്. അവ പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ഈ പീഠങ്ങൾ കൈവശം സൂക്ഷിച്ച് പൂജ നടത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമായി വരുന്ന കാര്യങ്ങളും. ഇതിൻ്റെയൊക്കെ പേരിലും വ്യാപകമായ പണപ്പിരിവ് നടന്നിട്ടുണ്ടാകാം എന്നതിനും മൊഴികളുണ്ട്, തെളിവുകളുണ്ട്. കഥ ഇത്രയുമായി സ്ഥിതിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഇതിലൊന്ന്, 2019 പുതിയ വാതിൽ നിർമ്മിക്കാൻ തന്ത്രി പറഞ്ഞിരുന്നു. പുതിയ വാതിൽ വേണമെന്ന് ദേവപ്രശ്നത്തിൽ വിധി ഉണ്ടായിരുന്നു. പുതിയ വാതിലിനായി നിർദ്ദേശം നൽകിയത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ്? ഈ തീരുമാനം അന്നത്തെ ദേവസ്വം മന്ത്രിയെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ഇതിന്റെ ഫയലുകൾ ആരൊക്കെ കണ്ടു? പുതിയ വാതിലിനായുള്ള കരാർ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത്? അതിനുള്ള പണം കയ്യിലുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ബോധ്യപ്പെടുത്തിയത്? വിവിധ ആളുകളിൽ നിന്നും പിരിക്കാനാണെങ്കിൽ ദേവസ്വം നേരിട്ടല്ലേ ആ ജോലികൾ ചെയ്യേണ്ടിയിരുന്നത്? സ്പോൺസർമാരായ പള്ളിക്കത്തോട് കൺസ്ട്രക്ഷൻസ്, PR അജികുമാർ, രമേശ് റാവു, ഗോവർദ്ധൻ ഇവരൊക്കെ എത്ര രൂപ വീതം മുടക്കി? ഇവരെ കൂടാതെ പുറമെ നിന്ന് ആരിൽ നിന്നെങ്കിലും പണം പിരിച്ചിരുന്നോ? ഈ ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരം കിട്ടിയേ മതിയാവുകയുള്ളൂ. ഇനി ദ്വാരപാലക ശില്പങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശണമെന്നാണ് ദേവസ്വം ബോർഡ് അംഗത്തിന് സ്വപ്നത്തിൽ, ഏത് ദേവസ്വം ബോർഡ് അംഗത്തിനാണ് സ്വപ്നത്തിൽ വെളിപാടുണ്ടായതെന്ന കാര്യം കൂടി നമ്മൾ അറിയണമല്ലോ. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിയൽ ഏത് മാനദണ്ഡം അനുസരിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതെന്നും അറിയേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനു വേണ്ടി ആരിൽ നിന്നൊക്കെ പണം പിരിച്ചു? വിദേശത്ത് നിന്നും പണം പറ്റിച്ചിട്ടുണ്ടോ? അതേപോലെ ദേവസ്വത്തെ അറിയിക്കാതെ പിരിവ് നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരാണ് അനുമതി നൽകിയത്? ദേവസ്വം നേരിട്ടല്ലാതെ സ്പോൺസർമാരെ സംഘടിപ്പിക്കാൻ ചട്ടം അനുവദിക്കുന്നുണ്ടോ? സ്പോൺസർമാർ പണം നൽകേണ്ടത് ദേവസ്വത്തിനല്ലേ? ദേവസ്വമല്ലേ ഈ പണം ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിന് നൽകേണ്ടത്? ഈ ചോദ്യങ്ങളൊക്കെയും സാമാന്യമായ എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം ലഭിക്കണമെങ്കിൽ ഈ കേസ് ഡയറി അടയ്ക്കാൻ കഴിയില്ല. കേസ് ഡയറി അടയ്ക്കണമെങ്കിൽ നമ്മൾ ഈ ഉന്നയിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം കിട്ടിയേ മതിയാവുകയുള്ളൂ. 2019 ഏപ്രിൽ മുതൽ നടന്ന ദുരൂഹമായ കാര്യങ്ങളിൽ ഒരുപാട് വെളിച്ചം വീഴാനുണ്ട്.